5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇസ്രായേലിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഇറാൻ ഡ്രോൺ മഴയാണ് പെയ്ക്കുന്നത്. ഏകദേശം 100ഓളം ഡ്രോണുകൾ ഇറാൻ ഇസ്രായേലിൽ ഇട്ട് കഴിഞ്ഞു. യുദ്ധമുനമ്പിലേക്ക് ലോകം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? 80കളുടെ അവസാനത്തിൽ 1980 മുതൽ 88 വരെയുള്ള കാലഘട്ടത്തിൽ ഇറാൻ ഇറാഖ് യുദ്ധം നടന്ന് ബാഗ്ദാദും ഒക്കെ വളരെ വലിയ യുദ്ധത്തിലേക്ക് പോയി വലിയ സംഭവമായി ലോകമാകെ യുദ്ധഭീഷണിയിലേക്ക് പോയ കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ ഇറാൻ വീണ്ടും വലിയ യുദ്ധത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇറാൻ്റെ ഏറ്റവും പരമാധികാരിയുള്ള ആയത്തുള്ള ഹുമൈനി, സുപ്രീമായിട്ടുള്ള ആയത്തുള്ള ഹുമൈനി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഓരോ മില്ലിമീറ്ററിനും തിരിച്ചടിച്ചിരിക്കും, വളരെ കൃത്യമായി ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും എന്നുള്ള പറഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ 100 ഡ്രോണാണ് അയച്ചത്. സാധാരണ ഇപ്പോൾ ഇന്ത്യ പഹൽഗാം വിഷയത്തിലായാലും ശരി, ലോകത്തെല്ലാ വിഷയങ്ങളിലും ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ ലോകരാജ്യങ്ങളുടെ ഒരു തയ്യാറെടുപ്പും ലോകരാജ്യത്തിലെ ഒപ്പീനിയനൊക്കെ വരുന്നത് വരെ ചെറിയൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് എല്ലാ രാജ്യങ്ങളും തിരിച്ചടിക്കുന്നത്. അത് സമയമെടുത്താണ് തിരിച്ചടിക്കുന്നത്. പക്ഷേ ഇവിടെ ഇതാ ഇന്നലെയും ഇന്നലുമായി നടന്ന ഇസ്രായേൽ അങ്ങോട്ട് 2 ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊന്നതിൻ്റെ പിന്നാലെ തന്നെ ഉടനടി തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇറാൻകാർ 100ഓളം ഡ്രോണുകളാണ് ഇസ്രായേലിൽ അയച്ചിരിക്കുന്നത്. വീണ്ടും വലിയ ഒരു എസ്കലേഷൻ മോഡിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ സമ്പുഷ്ടീകരണത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പലവട്ടം ചർച്ചകൾ നടന്നതാണ്. അവസാനം ഒമാന്റെ ഇടനിലയിൽ നിന്നും ചർച്ച നടത്തി 60% എത്തി നിൽക്കുന്ന ആണവ സമ്പുഷ്ടീകരണം 90% കൊണ്ടുപോകുമെന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ കൊണ്ടുപോയാൽ വീണ്ടും ഇറാൻ ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഉൽപ്പാദിപ്പിച്ചാൽ അത് ലോകത്ത് വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ത്യയിലും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം നടക്കുമ്പോഴൊക്കെ തന്നെ ഭീകരവാദം ഇന്ത്യയിൽ വരുമ്പോഴെല്ലാം തന്നെ പാകിസ്ഥാൻ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കും. ഇപ്പോൾ ഇതാ ഇറാനും ആണവായുധത്തിൻ്റെ ഭീഷണി കൊണ്ടാണ് ലോകത്ത് നിൽക്കുന്നത്. അവരുടെ 60% വരുന്ന ആണവായുധത്തിൻ്റെ സമ്പുഷ്ടീകരണത്തെ 90% വേണ്ടി നീങ്ങുകയും അമേരിക്ക ഇത് ഇഷ്ടപ്പെടാതെ അമേരിക്ക ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ വിഷയത്തിൽ അമേരിക്ക മറ്റൊരു ചുവടാണ് വെച്ചിരിക്കുന്നത്. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബി പറഞ്ഞിരിക്കുന്നത്, ഒരു കാരണവശാലും ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പം ഇല്ല, അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കുമ്പോഴും ഈ വിഷയത്തിൽ ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പം ഇല്ല. നിങ്ങൾ ആണവ ശാസ്ത്രജ്ഞരെ കൊന്നതും ഇസ്രായേലിലെ ഇറാന്റെ തലവനെ തലവൻ മീൻസ് പ്രസിഡന്റ് അല്ല, ഈ സൈനിക തലവനെ കൊന്നതുമൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, ഒരു സാഹചര്യത്തിലും നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ല എന്ന് പറയുന്നു. അതേസമയം ഇസ്രായേൽ പറയുന്നത് അമേരിക്ക ഞങ്ങളോടൊപ്പം ഉണ്ടെന്നാണ്. എന്തായാലും 3-ാം ലോക മഹായുദ്ധം ആ രൂപത്തിൽ പൊട്ടിപ്പുറപ്പെട്ടില്ലെങ്കിലും ലോകമാകെ സംഘർഷ ഭൂമികയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇറാഖ് യുദ്ധത്തിൻ്റെ കാലഘട്ടത്തെ കൂടി നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോഴിതാ വളരെ ഗൗരവമായി 88-ന് ശേഷം വലിയ തോതിലാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കും. ഒരു വശത്ത് ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഹമാസിന്റെ പ്രശ്നങ്ങൾ, അതിങ്ങനെ വലിയ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തെമ്മാടി രാഷ്ട്രത്തെ പോലെ ഇസ്രായേലിയുടെ നമ്മളുടെ രാജ്യമാണ്, നമ്മളുമായി സ്നേഹമുള്ള രാജ്യമാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രാജ്യമാണ്. പക്ഷേ എങ്കിൽ പോലും ചില സമയത്തൊക്കെ ഇസ്രായേലിൻ്റെ ചില പ്രവർത്തികൾ കണ്ടാൽ ഇപ്പോൾ അവർ ഇറാനെയും കൂടി ആക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ പാലസ്തീനുമായിട്ടുള്ള അടി നടക്കുന്നു, ഇറാനുമായിട്ട് യുദ്ധം നടക്കുന്നു. അപ്പോൾ ഓരോ ഭരണാധികാരികളും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആണവ ആയുധങ്ങളും ഉപകരണങ്ങളും സ്വീകരിക്കുകയും അത് സംഘടിപ്പിക്കുകയും ആണവ പുഷ്ടീകരണം നടത്തുകയും ഒക്കെ ചെയ്ത് അയൽ രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ച് യുദ്ധത്തിൻ്റെ ഭീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാ യുദ്ധങ്ങളിലും നഷ്ടപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്, നിരാലംബരാണ്, വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ്, സഹോദരിമാരാണ്, അമ്മമാരാണ്, സ്ത്രീകളാണ്. വളരെ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് സിവിലിയൻസിൻ്റെ ഇടയിൽ വിടുന്ന ഇത്തരം സംവിധാനങ്ങൾ. ബോംബായാലും ആണവ യുദ്ധമായാലും ഡ്രോണുകളായാലും. ഇനിയിപ്പോൾ 100 ഡ്രോണുകൾ അയച്ചത് എവിടെയൊക്കെയാണ് വീണിരിക്കുന്നത്, ആരൊക്കെയാണ് മരിച്ചിരിക്കുന്നത്, ആളപായം എത്ര, അതിൻ്റെ സ്വത്തിന് അപായം എത്ര എന്നുള്ളതൊക്കെ ഇനി വരേണ്ടിയിരിക്കുന്നു. ആര് ചെയ്താലും അങ്ങോട്ട് ഇസ്രായേൽ കയറി ഇറാനെ ചൊറിഞ്ഞതും ഇറാൻ തിരിച്ചു മാന്തിയതും എല്ലാം വളരെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഐക്യരാഷ്ട്രസഭ എവിടെയാണ്, അവർ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? അവർ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണെന്ന് പറഞ്ഞ് ലോകത്താകെ നടന്ന് സമ്മേളനങ്ങളും നടത്തി അണ്ടിപ്പരിപ്പം കഴിച്ച് ചായയും കുടിച്ച് ബദാമും അടിച്ച് നടന്നാൽ പോരെ, അവർ ഇത് കാണണ്ടേ? ഐക്യരാഷ്ട്രസഭ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച് എന്തിനാണ്? ലോകത്ത് ആണവായുധം പോലുള്ള ഇതാരും പ്രയോഗിക്കാതിരിക്കാൻ, ജൈവായുധം പ്രയോഗിക്കാതിരിക്കാനുള്ള വലിയ നീക്കുപോക്കുകളും ഒത്തുതീർപ്പുകളും കരാറുകളും ചർച്ചകളും ചെയ്യാനല്ലേ? പക്ഷേ വളരെ വീക്കായി പോകുന്നു ഐക്യരാഷ്ട്രസഭയൊക്കെ ഈ ഇത്തരം ഘട്ടങ്ങളിൽ. ഇന്ത്യ പാകിസ്ഥാനിൻ്റെ സംഘർഷം നടക്കുമ്പോഴും, അതുപോലെ ഇസ്രായേലിൻ്റെയും പാലസ്തീൻ സംഘർഷം നടക്കുമ്പോഴും, ഇസ്രായേലും ഇറാനുമായിട്ടുള്ള സംഘർഷം നടക്കുമ്പോഴും വളരെ ദുർബലമായ ഒരു ഐക്യരാഷ്ട്രസഭയാണ് നമ്മൾ കാണുന്നത്.
അവർ സമാധാനത്തിന്റെ സമ്മേളനം നടത്തിയത് കൊണ്ടോ സെമിനാർ നടത്തിയതുകൊണ്ടോ ബാഗിൽ അടിച്ചു കൊടുത്തതുകൊണ്ടോ വാർ ആൻഡ് പീസ് എന്ന് പറയുന്ന നേരത്ത് പീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് പീസ് ഫോർ വേൾഡ് എന്നല്ലേ വേൾഡ് ഫോർ പീസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വളരെ കൃത്യമായ നിയതമായ നടപടികളും ചർച്ചകളും ഒത്തുതീർപ്പുകളുമാണ് ഇനി ഈ ലോകത്ത് വേണ്ടത്. എന്തായാലും പശ്ചിമേഷ്യൻ മേഖല കറുത്തിരുളുന്നുണ്ട്. യുദ്ധത്തിന്റെ ഭീതിയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോണുകൾ അയച്ച് പട്ടിണി പാവങ്ങൾക്ക് അരി വാങ്ങാൻ, വെള്ളം കൊടുക്കാൻ, അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാനുള്ള പണം എടുത്തിട്ട് രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ മനോവിലാസത്തിനനുസരിച്ച് യുദ്ധമെന്ന ഭാവന സമ്പന്നമാണ് യുദ്ധമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ കേളികൾ നടക്കുകയാണ്. എന്തായാലും യുദ്ധമില്ലാത്തൊരു ലോകം വരുമെന്ന് തന്നെ നമുക്ക് കാംക്ഷിക്കാം.